എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാബു വെള്ളാരപ്പള്ളി. ഇപ്രാവശ്യം നമ്മൾ യാത്ര ചെയ്യുന്നത് ഹൈദരാബാദിലൂടെയാണ്. 2 ദിവസത്തെ യാത്രയാണ് ഈ വീഡിയോയിലുള്ളത്. യഥാർത്ഥത്തിൽ ഹൈദരാബാദ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് 4 ദിവസമെങ്കിലും വേണം. ഇപ്രാവശ്യം 2 ദിവസത്തെ യാത്രയാണ്. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ആസ്വദിക്കുക. ഇത്തവണത്തെ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ചൗമഹല്ല കൊട്ടാരത്തിൽ നിന്നാണ്. ഈ കൊട്ടാരത്തിൻ്റെ വാസ്തുവിദ്യ ഒരു ഗംഭീര കാഴ്ച തന്നെയാണ്. താഴികക്കുടങ്ങൾ, കമാനങ്ങൾ, നല്ല ഭംഗിയുള്ള ജനാലകൾ, സൂക്ഷ്മമായി കൊത്തിയെടുത്ത ഡിസൈനുകൾ എന്നിവയെല്ലാം ചേർന്ന് സൂക്ഷ്മമായ ഒരു കലാസൃഷ്ടിയാണ് ഈ കൊട്ടാരം. സൗമ്യമായ ജലധാരകൾ, വിശാലമായ സമൃദ്ധമായ പൂന്തോട്ടങ്ങൾ, അനവധി കൊട്ടാരങ്ങൾ തുടങ്ങി കണ്ണു നിറയെ കാഴ്ചകൾ അതിമനോഹരമായി ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നു. ചൗമഹല്ല കൊട്ടാരത്തിന് സമീപത്ത് തന്നെയാണ് ചാർമിനാർ. ചാർമിനാർ എന്നാൽ 4 മിനാരങ്ങളുള്ള പള്ളി എന്നാണ് അർത്ഥം. ഖുതുബ് ഷാഹി രാജവംശത്തിലെ സുൽത്താൻ മുഹമ്മദ് ഷാഹി ഖുതുബ് ഷാ ആണ് ഈ സ്മാരകം നിർമ്മിച്ചത്. ഹൈദരാബാദിൽ നിന്ന് പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായി 1591 നിർമ്മിച്ചതാണ് ചാർമിനാർ. 2012 ഈ സ്മാരകം ലോകഭൂപടത്തിൽ സ്ഥാനം നേടി. ധാരാളം സന്ദർശകർ ദിനേന സന്ദർശിക്കുന്ന ഒരു പൗരാണിക കെട്ടിടമാണ് ചാർമിനാർ. അതുകൊണ്ട് തന്നെ ഇതിനു ചുറ്റും ഒരുപാട് വഴിയോര കച്ചവടക്കാരെ കാണാൻ സാധിക്കും. ഈ വഴി മുഴുവൻ കച്ചവടക്കാരാൽ നിറഞ്ഞിരിക്കുകയാണ്. പല ഫാൻസി ഐറ്റംസും ഇവിടെ കാണാം. ചാർമിനാറിന് സമീപം തന്നെയാണ് മക്ക മസ്ജിദ്. ഹൈദരാബാദ് നഗരത്തിലെ ഏറ്റവും വലിയ പള്ളിയാണ് മക്ക മസ്ജിദ്. 10,000 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യമാണ് ഇവിടെ ഉള്ളത്. ഈ മസ്ജിദ് പണി കഴിപ്പിച്ചിട്ടുള്ളത് 17-ാം നൂറ്റാണ്ടിലാണ്. സംസ്ഥാനത്തിൻ്റെ ഒരു സംരക്ഷിത സ്മാരകം കൂടിയാണ് മക്ക മസ്ജിദ്. ഇനിയത്തെ നമ്മുടെ യാത്ര പ്രശസ്തമായ ഗോൽക്കൊണ്ട ഫോർട്ട് കാണുവാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള കോട്ട മുഴുവൻ കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കോട്ടയാണ്. നമ്മൾ ഇവിടെ തൊട്ട് ഇതിൻ്റെ മുകളിൽ വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാക്കിയുള്ള കോട്ടകൾ അപേക്ഷിച്ച് ഈ കോട്ടയ്ക്ക് ഒരു പ്രത്യേകത, മുകളിൽ നിന്ന് താഴേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കോട്ട ഉണ്ടാക്കിയത്. ഓക്കെ, നിങ്ങൾ വരുന്ന വഴിയിൽ ബസ് ഇങ്ങനെ ഒരു ഇതിനകത്തോട് ഇങ്ങനെ കേവ് ചെയ്ത് വന്ന് ശ്രദ്ധിച്ചായിരുന്നു. നിങ്ങളുടെ വണ്ടി കുറച്ചേരം ബ്ലോക്ക് ചെയ്തതിന് ശേഷം അതേപോലത്തെ ഗേറ്റുകളിലൂടെ കടന്നു വന്നാൽ, അതായത് ഇതിനൊരു മുറ്റമാണ് നിങ്ങൾ കരുതുക, അതിന് ചുറ്റുമുള്ളൊരു മതിലിനകത്തൂടെയാണ് ഇപ്പോൾ നിങ്ങൾ കയറി വന്നത്. പക്ഷേ ഈ കോട്ടയ്ക്ക് അകത്തേക്ക് കിടക്കണേ, അതായത് നിങ്ങളുടെ വീട് നിങ്ങൾ സങ്കല്പിച്ചാൽ മതി. മുന്നിലൊരു ഡോറ് മാത്രമേ ഉള്ളൂ, ഫ്രണ്ടിലൊരു ഡോർ. ആ ഡോറാണ് ഈ കാണുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന അവസാനത്തെ 8ാമത്തെ രാജാവ് തോറ്റോടുകയും ചെയ്തു. പിന്നീട് നൈസാമുകൾക്ക് കൈമാറുകയാണ് ചെയ്തത്. അങ്ങനെയാണ് പിന്നെ നിങ്ങൾ ചൗമഹല്ല പാലസിൽ പോയിട്ടില്ലേ,
കണ്ടുപോയില്ല, അത് നൈസാമുകളുടെ പാലസാണ്. അതിന് ശേഷമാണ് നിസാമുകളുടെ കാലഘട്ടം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ കോഹിനൂർ പോലത്തെ ഡയമണ്ടുകളൊക്കെ ഉണ്ടായിരുന്ന കോട്ടകളിൽ ഒന്നാണ് ഇത്. സോ തെക്കേ ഇന്ത്യയിലെ മധ്യകാല രാജവംശമായിരുന്ന കുത്തുബ് ഷാഹി സുൽത്താൻമാരുടെ കേന്ദ്രമായിരുന്നു ഗോൽക്കൊണ്ട ഫോർട്ട് അഥവാ ഗോൽക്കൊണ്ട കോട്ട. ഗോൽക്കൊണ്ട ഫോർട്ട് നിർമ്മിച്ചത് കുത്തുബ് ഷാഹി രാജപരമ്പരയിൽപ്പെട്ട ഇബ്രാഹിം ഖുലി കുത്തുബ് ഷാ എന്ന രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഫിസിക്സിൽ അതിവിദഗ്ധനായിരുന്നു എന്നുള്ളതാണ്. ഇറാനിയൻ വാസ്തുവിദ്യാ വിദഗ്ധരുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ മനോഹരമായ ഈ ഗോൽക്കൊണ്ട ഫോർട്ട് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു സൗണ്ട് എൻജിനീയറിംഗ് അതിമനോഹരമാണ്. ഇപ്പോഴും താഴെ നിന്ന് ഒരു പതുക്കെ കൈ കൊട്ടുകയോ അല്ലെങ്കിൽ പതുക്കെ സംസാരിക്കുകയോ ചെയ്താൽ തന്നെ 400 അടി ഉയരമുള്ള ആ കൊട്ടാരത്തിൻ്റെ മുകളിൽ വരെ ആ ശബ്ദം എത്തും എന്നാണ് പറയപ്പെടുന്നത്. ഏതാണ്ട് 130 മീറ്റർ ഉയരത്തിൽ ഉള്ള ഗോൽക്കൊണ്ട കോട്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണിപ്പോൾ കാണുന്നത്. ഹൈദരാബാദ് നഗരത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും ഇവിടെ നിന്നുകൊണ്ട് കാണുക അതിമനോഹരമാണ്. ഈ കാണുന്നതാണ് തെലങ്കാന രക്തസാക്ഷി സ്മാരകം അഥവാ മാർട്ടേഴ്സ് മെമ്മോറിയൽ. തെലങ്കാന അമരജ്യോതി എന്നും ഇതിനെ വിളിക്കാറുണ്ട്. പ്രത്യേക തെലങ്കാന സംസ്ഥാനത്തിനായുള്ള 1969 പ്രക്ഷോഭത്തിൽ 369 വിദ്യാർത്ഥികൾ മരിച്ചിരുന്നു. അവർക്കായി നിർമ്മിച്ച സ്മാരകമാണ് ഇത്. ഈ കാണുന്നതാണ് ലുംബിനി പാർക്ക്. ലുംബിനി പാർക്കിന് സമീപമുള്ള ചെറിയ ഒരു ഐലൻഡിൽ നിർമ്മിച്ചിരിക്കുന്ന വലിയ
ഒരു പ്രതിമയാണ്, ബുദ്ധപ്രതിമയാണ് ഈ കാണുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ബുദ്ധപ്രതിമയാണ്. ദേശീയ പതാകയുടെ നിറങ്ങളാൽ വെട്ടിത്തിളങ്ങുന്ന ഈ കെട്ടിടം ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്ന തെലങ്കാന സെക്രട്ടേറിയറ്റാണ്. ഇതിൻ്റെ പേര് ഡോക്ടർ BR അംബേദ്കർ തെലങ്കാന സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് എന്നാണ്. ഹൈദരാബാദിലെ രണ്ടാമത്തെ ദിനം. ഇന്നത്തെ യാത്ര രാമോജി ഫിലിം സിറ്റിയിലേക്കാണ്. ഹയാത്ത് നഗർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന രാമോജി ഫിലിം സിറ്റി നിർമ്മിച്ചത് 1996 രാമോജി റാവു എന്ന വ്യക്തിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചലച്ചിത്ര സ്റ്റുഡിയോ സമുച്ചയമാണ് രാമോജി ഫിലിം സിറ്റി. ഇത് ഏകദേശം 2000 ഏക്കർ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ മുഴുദിനം രാമോജി ഫിലിം സിറ്റിയിലാണ് ചിലവഴിക്കുന്നത്. ഒരു ദിനം കൊണ്ട് കണ്ടു തീർക്കാവുന്ന അത്ര കാഴ്ചകളല്ല ഇവിടെയുള്ളത്. ഇവിടെ നിന്ന് ബസ്സിലാണ് ഫിലിം സിറ്റിയുടെ വിവിധ ഭാഗങ്ങൾ സന്ദർശിക്കുവാൻ വേണ്ടിയിട്ടുള്ള യാത്ര ആരംഭിക്കുന്നത്. രണ്ട് ഭാഗത്തും ഇന്ത്യയിലെയും ലോകത്തിലെയും വിവിധ കെട്ടിടങ്ങളുടെയും മറ്റും മോഡലുകൾ രൂപീകരിച്ച് ഉണ്ടാക്കി വച്ചിരിക്കുന്നു. ഇവിടെയെല്ലാം സ്ഥിരമായി വിവിധ ഭാഷാ ചിത്രങ്ങൾ ഷൂട്ട് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളാണ്. മലയാളം ഉൾപ്പെടെയുള്ള ചലച്ചിത്രങ്ങളിൽ കണ്ടുമറന്ന ഒരുപാട് സ്ഥലങ്ങൾ വീണ്ടും കാണാൻ സാധിച്ചു. കാലാപാനിയിൽ കണ്ട ജയിൽ ഇവിടെ കാണാം. മഹാഭാരതത്തിലെ സീനുകൾ. ഇവിടെ നിന്ന് പുറത്തേക്കിറങ്ങിയാൽ പിന്നെ കാണുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഒരുപാട് ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ള വിവിധ റെയിൽവേ സ്റ്റേഷനുകൾ ഈ കാണുന്നതാണ്. തിരുപ്പതി സ്റ്റേഷനാണ് ഇപ്പോൾ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഏത് സ്റ്റേഷനുമായും രൂപാന്തരപ്പെടാം. പുതിയ ഏതൊരു ചിത്രത്തിൻ്റെ വലിയൊരു സെറ്റ് നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബാഹുബലി എന്ന പ്രശസ്തമായ ചിത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് ഏതാണ്ട് പൂർണ്ണമായി ഈ സ്റ്റുഡിയോയിലാണ്. ബാഹുബലി ചിത്രത്തിൽ കണ്ട ഒരുപാട് ഭാഗങ്ങൾ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു. കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ചിത്രമാണ്. ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ബാഹുബലി എന്ന് നമുക്കറിയാം. അത് ഇവിടെയാണ് പൂർണ്ണമായി ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. സോവനീറുകൾ മേടിക്കാനുള്ള സംവിധാനമുണ്ട്. വീണ്ടും അടുത്ത സെറ്റിലേക്ക്.
ഇത് ഒരു യൂറോപ്യൻ സ്ട്രീറ്റാണ്. ഈ മുന്നിൽ കാണുന്ന കെട്ടിടങ്ങൾ അതിൻ്റെ മുൻഭാഗം മാത്രമാണ് ഈ രീതിയിൽ പൂർത്തീകരിച്ചിട്ടുള്ളത്. വിർച്വൽ ഷോ, ആ മനുഷ്യൻ ചെയ്യുന്നതെല്ലാം നാം ചിത്രത്തിൽ കാണുന്നത് ആ ജീവി ചെയ്യുന്ന രൂപത്തിലാണ്. നമ്മൾ തന്നെ വേറെ ഏതോ ഒരു നദിക്കരയിൽ നിൽക്കുന്ന പോലെയാണ് വിർച്വൽ റിയാലിറ്റിയിൽ ഈ ഭാഗത്ത് കാണാൻ സാധിക്കുക. ഈ കാണുന്ന കെട്ടിടങ്ങളെല്ലാം ഞാൻ സൂചിപ്പിച്ചതുപോലെ മുൻഭാഗങ്ങൾ മാത്രം പൂർത്തീകരിച്ചവയാണ്. അതിമനോഹരമായ കെട്ടിടങ്ങൾ, എന്നാൽ ഉള്ളിൽ കയറിയാൽ ശൂന്യത മാത്രമാണ് കാണാൻ സാധിക്കുക. ഒരു ആശുപത്രിയുടെ സെറ്റ്, അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഒരു എയർപോർട്ടാണ്. സാധാരണ ഒരുപാട് ചിത്രങ്ങളിൽ നാം കണ്ടിട്ടുള്ള വിമാനത്താവളം അകവും പുറവും സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിസുന്ദരമാണ് രാമോജി സിറ്റിയിലെ ലേ ഔട്ട്. ഈ ഭാഗങ്ങളിലെ ലാൻഡ്സ്കേപ്പിംഗ് അതിഗംഭീരം തന്നെ. ഒരു ചെറിയ പാർക്ക് ഇവിടെ കാണാം. ഒരുപാട് പക്ഷികളുടെയും മൃഗങ്ങളുടെയും രൂപങ്ങൾ ചെടികളാൽ നിർമ്മിച്ചിരിക്കുന്നു. നല്ല ഒരു കലാസൃഷ്ടി തന്നെയാണിത്. നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്ന കാര്യങ്ങളല്ല രാമോജി ഫിലിം സിറ്റിയിലുള്ളത്. ജപ്പാൻ മാതൃകയിലുള്ള ചില കെട്ടിടങ്ങൾ ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. സുന്ദരമായ കളർ കോമ്പിനേഷനാണ് ഈ കെട്ടിടങ്ങളുടേത്. ഇനി ഞങ്ങൾ നീങ്ങുന്നത് അസ്കരി ഗാർഡനിലേക്കാണ്. ഇവിടെ ബട്ടർഫ്ലൈ പാർക്ക് ആണ് ആദ്യത്തെ അട്രാക്ഷൻ. ചിത്രശലഭങ്ങളുടെ ഒരു കളക്ഷൻ നന്നായി ഇവിടെ കാണാൻ സാധിക്കും. ക്യാമറ കണ്ണുകളിൽ അത് എത്രത്തോളം ക്ലിയറാണ് എന്നറിഞ്ഞുകൂടാ. ധാരാളം ചിത്രശലഭങ്ങൾ, പല വർണ്ണങ്ങളിലും നിറങ്ങളിലുമുള്ളവ. വിങ്സ് എന്ന് പറഞ്ഞ് കാണുന്നത് പക്ഷികളുടെ കേന്ദ്രമാണ്. താറാവുകളും അരയന്നങ്ങളും മറ്റു വിവിധതരം പക്ഷികളും ഇവിടെയുണ്ട്. ഇതിനടുത്തായി ചെറിയ ഒരു വെള്ളച്ചാട്ടവും നിർമ്മിച്ചെടുത്തിട്ടുണ്ട്.
ഇവിടെയും സോനിയറുകൾ കിട്ടുന്ന ഷോപ്പുകൾ ലഭ്യമാണ്. കണ്ടു തീരാത്തത്ര കണ്ണിന് ആവോളം കാഴ്ചകൾ സമ്മാനിക്കുന്ന ഭാഗങ്ങൾ, ചെടികളുടെ മഹത്തായ കോമ്പിനേഷൻ. ഇതൊരു ചെറിയ ഗുഹയാണ്. അതിലേക്ക് പ്രവേശിച്ചാൽ മറ്റൊരു ലോകത്തെത്തിയ പ്രതീതിയാണ് തോന്നുക. കുറച്ച് നടക്കാനുണ്ട്. പല കൊത്തുപണികളുമുള്ള ചുമരുകൾ, പ്രതിമകൾ. അവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും പൂന്തോട്ടങ്ങളുടെ ഒരു പർദീസ തന്നെ. വെന്തിപ്പൂക്കൾ, ജമന്തിപ്പൂക്കൾ, ബോൺസായി തരത്തിൽപ്പെട്ട വൃക്ഷങ്ങൾ, ചെടികൾ. ഉച്ചഭക്ഷണത്തിന് സമയമായി. തൽക്കാലം കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഉച്ചഭക്ഷണത്തിനായി ഞങ്ങൾ തിരിക്കുകയാണ്. സംഘം റെസ്റ്റോറൻറ്റ്. ഇനിയൊരു ലൈവ് സിനിമ ഷൂട്ടിംഗാണ്. അഭിനേതാക്കൾ കാണികളിൽ നിന്നുള്ള 3 പേർ. എഡിറ്റിംഗ് എല്ലാം തത്സമയം. लास्ट पर्सन लेफ्ट राइट स्विंग करिए. लुक बैक नाउ. पीछे देखिए अभी. लुक बैक. सर गाड़ी को स्विंग करिए. बस लेफ्ट राइट स्विंग करके रेस करिए. स्लोली स्विंग करके रेस करना है. लुक बैक नाउ. अभी पीछे देखिए. लुक बैक. कैमरा को देखिए. आपको पीछे में बाइक रेसिंग का आवाज सुनाई दिया तो समझ लीजिए बाबा वो घर में चटनी बनाएगा. इसी का आवाज बोलते. This process was funded during लगान मूवी. लगान मूवी के पहले का किसी प्रोसेस को ഇനി മായാലോകത്തിലൂടെ ഒരു ട്രെയിൻ യാത്ര. അടുത്തതിനി കാണാനുള്ളത് ഒരു ലൈവ് സ്റ്റണ്ട് ഷോയാണ്. വഴിയിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു. ഭംഗിയുള്ള കെട്ടിടങ്ങൾ, മനോഹരമായ ഇടനാഴി, വഴിയരികിലെ ചില കാഴ്ചകൾ. അങ്ങനെ ഒരു പാലവുമൊക്കെ ക്രോസ് ചെയ്ത് ഞങ്ങൾ വൈൽഡ് വെസ്റ്റ് സ്റ്റണ്ട് ഷോയിൽ എത്തി. ഇന്നത്തെ കാഴ്ചകൾ ഏതാണ്ട് അവസാനിപ്പിക്കാറായിരിക്കുന്നു. നേരം വൈകുന്നേരമായി. കുറച്ചു നേരം ഇവിടെയെല്ലാം ചുറ്റിയടിച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം തിരിച്ചു പോകാനാണ് പ്ലാൻ. കുട്ടികൾക്കായുള്ള ഒരു പാർക്ക് ഈ ഭാഗത്തുണ്ട്.
അവിടേക്ക് പതുക്കെ നടന്നു നോക്കി. ചില ഷോകൾ അവിടെയുണ്ട്. ഒരു തൂക്കുപാലം, അതിലൂടെ നടക്കുക രസകരമായ ഒരു അനുഭവമാണ്. ഒരു ഷിപ്പിലേക്കാണ് അത് പോകുന്നത്. ഷിപ്പിൻ്റെ താഴത്തെ തട്ട് മുഴുവൻ കുട്ടികളുടെ കളിക്കാനുള്ള സംവിധാനങ്ങളാണ്. ആ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഒരു അവസാനത്തെ പരിപാടി എന്ന രീതിയിൽ ഒരു ഷോയ്ക്കായി പ്രവേശിക്കാൻ തീരുമാനിച്ചു. ഇതിന് ശേഷം തിരിച്ചു പോകണം. രാമോജി സിറ്റിയിലെ അവസാനത്തെ ഷോ ഡോം തിയേറ്ററിൽ. ഈ കണ്ടതിലൊതുങ്ങുന്നില്ല ഹൈദരാബാദിൻ്റെ കാഴ്ചകൾ. എങ്കിലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.